ഹലോ ഗായ്സ്, കുറേ നാളായിട്ടല്ലോ ചോദിക്കുന്നതാണ് ഡെസ്ക് മേക്ക് ഓവർ ചെയ്യുമോ. ഞാൻ ഡെസ്ക് മേക്ക് ഓവർ ചെയ്യാത്തത് എന്താണെന്നറിയോ? ഈ ഡെസ്ക് വരാനായിരുന്നു ഞാൻ ഇങ്ങനെ മാറ്റി വെച്ചത്. ഈ ഡെസ്ക് ഇപ്പോൾ വന്നിരിക്കുന്നു, നമുക്ക് ചെയ്യാം. ദിസ് ഈസ് മൈ ഡെസ്ക്. ഇത് മിഠായിയാണ്. എൻ്റെ കൊച്ചച്ഛൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. മേടിച്ചിട്ട് വന്നു. എനിക്ക് 2 മിനിറ്റ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. മിനിമം എനിക്ക് തോന്നുന്നു ഈ ഒരു ഡ്രോവിൻ്റെ അത്ര ഉണ്ടായിരുന്നു. ഈ ഡ്രോ ഫുള്ളും ഉണ്ടായിരുന്നു തോന്നുന്നു. സ്റ്റഡി ടേബിൾ കുറച്ചൊക്കെ കൊണ്ടുവന്നല്ല കേട്ടോ, മേടിച്ചതാണ് ഞങ്ങൾ. എനിക്ക് സ്റ്റഡി ടേബിൾ വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഓർഗനൈസ് ചെയ്യാം. ആദ്യം തന്നെ ഞാൻ വെക്കുന്നത് മുകളിലത്തെ ഭാഗമാണ്. ഇത് ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്ന പാഡാണ്. ഞാൻ ടു ഡു ലിസ്റ്റ് ഞാൻ കാണിച്ചു ചൊക്കന്നിരിക്കുന്നു ഗൈസ്. ഞാൻ ടു ഡു ലിസ്റ്റൊക്കെ എഴുതുന്ന പാഡാണ്. ഞാനത് ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട്. അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ മുത്തുമണി, നമ്മുടെ പൂച്ചക്കുട്ടി ബാഗ്, അതും ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അത് അവിടെ തന്നെ ഇരിക്കട്ടെ, വള്ളി പുറത്തേക്ക് ചാടരുത്. ഇത് മര്യാദയ്ക്ക് വെച്ചില്ലെങ്കിൽ ഓക്കെ ഗൈസ്. ദെൻ നമ്മൾ വെക്കുന്നത് നമ്മുടെ മുത്തുമണി റോബോട്ട്, കട്ടർ റോബോട്ടാണ്. ഇതിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ പെൻസിലൊക്കെ തിരിച്ച് കഴിഞ്ഞാൽ ഷാർപ്പാവും. ഓക്കെ, ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ദിസ് വൺ ഗൈസ്, ദിസ് ഈസ് മൈ വൺ ഫേവറേറ്റ് വൺ. കാരണം ഇത് ഫെയർ ലൈറ്റാണ്. ഇതിങ്ങനെ ഓണാക്കാം. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഓപ്പണാക്കി കഴിഞ്ഞാൽ വീഡിയോയിൽ അടിപൊളിയാണ്. കണ്ടോ ഗൈസ്, നെറ്റാണ്, നല്ല അടിപൊളിയാണ്. കാരണം ഇത് എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നമ്മൾ ഇങ്ങനെ ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടും. ലീഫൊക്കെ ഉണ്ടാക്കുന്ന സാധനം ഞാൻ ഇവിടെ ഇങ്ങനെ വൃത്തി വെച്ചിരുന്നു, കാണാമല്ലോ. ലീഫ് തണ്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിബൺ പോലത്തെ സാധനം ഉണ്ടാവും ചോദിച്ചു. അവ ചട്ടത്തിൽ തന്നു. അപ്പോൾ ഞാൻ ഇതിങ്ങനെ പശ വെച്ച് ഒരു ഗ്ലാസ് ആട്ടോ, കുപ്പി ഗ്ലാസ് ആട്ടോ, അത് പശ വെച്ച് അവിടെ ഒട്ടിച്ചു, പെയിൻ്റ് അടിച്ചു. പിന്നെ ഈ റിബണില്ലേ, ഇത് നമുക്ക് വേണമെങ്കിൽ കടയിലൊക്കെ കിട്ടും. അത് റിബൺ ഉണ്ടോ ചോദിച്ചാൽ മതി. അങ്ങനെ ബോ ആക്കി, റൗണ്ടിൽ ബോ ആക്കി ഒട്ടിച്ച് വെക്കുക. പിന്നെ ഈ ഫെയർ ലൈറ്റ് ഇരിക്കുക. അതിനുശേഷം ഫെയർ ലൈറ്റ് അടിക്കുക, ഇതിൻ്റെ ഉള്ളിൽ കുത്തിത്തിരിക, കത്തിക്കുക. അത്രയുള്ള സിമ്പിൾ ക്രാഫ്റ്റാണ്, 5 മിനിറ്റ്സ് ക്രാഫ്റ്റാണ്. ദെൻ നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ദെൻ നമ്മുടെ ഈ അച്ഛനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണ്, ക്രിസ്മസിന് അച്ഛന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ ഞാനത് ഈ മൂലയ്ക്ക് വെക്കുന്നുണ്ട്, അത് ആ മൂലയ്ക്ക് വെക്കുന്നുണ്ട്. ദെൻ നമ്മുടെ ഏതാണ് പെൻ സ്റ്റാൻഡ്, അതെടുത്ത് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ ഒരു മൂലയ്ക്കായിട്ട് വെക്കുന്നുണ്ട്, മുകളിൽ വെക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ പഞ്ചർ ഏറ്റവും ആവശ്യമുള്ള സാധനമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പഞ്ചർ അവിടെ വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ മ്യൂസിക് ബോക്സ്, അതും ഞാൻ ഈ ഒരു സ്പേസിലാണ് വെക്കുന്നത്. അത് ഈ ഒരു സ്പേസിൽ വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ഏതാണ് കുപ്പി ഗൈസ്, ഈ കുപ്പി എടുത്തിട്ട് ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. കാരണം എനിക്ക് വെള്ളം കുടിക്കാൻ എനിക്ക് ആവശ്യം വരൂലേ. ദെൻ നമ്മുടെ പുസ്തകം ഇത്രയും ഉണ്ട്. എൻ്റെ നോട്ട്ബുക്ക്, ഇത് ഫുള്ളും എൻ്റെ നോട്ട്ബുക്കാണ്. ഇവിടെ കാണില്ലല്ലോ, ഇത് ഫുള്ളും എൻ്റെ നോട്ട്ബുക്സാണ്, എഡ്ജിൻ്റെ നോട്ട്ബുക്സാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് എടുക്കുക എന്ന് പറഞ്ഞൊരു മാരണ പരിപാടിയുണ്ട് ഗൈസ്. അമ്മ എങ്ങനെയൊക്കെയോ കൈ തോണ്ടി എടുത്തിട്ടുണ്ട്. ഞാൻ അതിവിടെ പ്ലേസ് ചെയ്യണം. നമുക്ക് ഇത് കഥാപുസ്തകമാണ്, ഞാൻ വെറുതെ വെച്ചതേ ഉള്ളൂ. നമുക്കവിടെ പ്ലേസ് ചെയ്യാൻ കാരണം ഇത് ഞാനിത് ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്ഥലത്തായിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇങ്ങനെ നിന്നോളും. ദെൻ നമ്മുടെ ബുക്സ് എല്ലാം കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ വെക്കുക. നല്ല സ്റ്റോറേജ് ആക്കി വെക്കണം. ഇങ്ങനെ ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവും. രസമുണ്ട് ഗൈസ്, ഇഷ്ടപ്പെട്ട്. അപ്പോൾ അതങ്ങനെ വെക്കുക. അപ്പോൾ ഇതിങ്ങനെ 2 ബുക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ഇവിടെ ഇങ്ങനെ വെക്കുന്നുണ്ട്. ഇനി ഈ പോർഷൻ അതിൽ ഞാൻ ആദ്യം തന്നെ വെക്കുന്നത് എൻ്റെ ഡ്രോയിങ് ഫയലാണ്. ഇത് കണ്ടില്ലേ, ഫയൽ ഇത്ര ഉള്ളെങ്കിൽ ഇത് നല്ല സ്പേഷ്യസ് ആണ്. കണ്ടോ, നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടും നല്ല രസമാണ് ഇതിന്. ദെൻ നമ്മുടെ ഡ്രോയിങ് ബുക്ക്,
സ്കൂളിൽ നിന്ന് തന്നെ കിട്ടിയതാട്ടോ അത്. ഡ്രോയിങ് ബുക്ക് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പൊതിയുന്ന ഒരു ചാർട്ട് അതും അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഞാൻ വെക്കുന്നുള്ളൂ അവിടെ. പിന്നെ അസൈൻമെൻറ്റ് ഫയൽ അങ്ങനെ കുറേ കാര്യങ്ങൾ വരും. അപ്പോൾ അതൊക്കെ അവിടെ പ്ലേസ് ചെയ്യണം. പിന്നെ ഇതാണ് എൻ്റെ ഫേവറേറ്റ് വണ്ണ്. കാരണം എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെയും ഞാനുള്ള ഫോട്ടോയാണ്. അത് ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വെക്കുക. കാരണം അപ്പം അതവിടെ പ്ലേസ് ആയി നിന്നോളും. ഇനി അടുത്തത് നമ്മൾ വെക്കുന്നത് മറ്റേ ഈ ഒരു സ്ഥലത്ത് ഈ ഒരു സ്ഥലത്ത് ഞാൻ ഇതും കൂടെ വെക്കുന്നുണ്ട്. കാരണം ആക്രി പശകളൊക്കെ അവിടെയാണ് ഉള്ളത്. ദെൻ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് എൻ്റെ ബുക്കിൽ കൊണ്ട് പോകുന്നു. ഇത് എൻ്റെ കയ്യിക്ക് വരണ്ടേ, വരുന്നില്ല. അമ്മ അയ്യാ ഇതിന് ഇത്രയുണ്ട്. കട്ടിയുള്ള ടെക്സ്റ്റ് ബുക്ക് ഞാൻ പറഞ്ഞത് ഇതാണ് കേട്ടോ. 3 ഉണ്ട് ഇങ്ങനത്തെ കട്ടിയുള്ള. 1 2 ഉണ്ട്. ഇവിടെ തന്നെ ഉണ്ട്. ഇത് എവിടെ പോയത്? ഇവിടെ തന്നെ ഉണ്ട്. ഇത് ക്യൂരിയോസിറ്റി ആണ് കേട്ടോ. ഇത് മാത്സിനാണ് ഇത്രയും കട്ടിയുള്ള ബുക്ക്. ഇത് സോഷ്യൽ സയൻസ്. ഓക്കെ, നമുക്ക് ഓരോന്നോരോന്നായി ഈ ഒരു ഡ്രോയിൽ വെക്കാം. ഇവിടെ വെറുതെ വെക്കാം. അയ്യോ, ആദ്യം തന്നെ ഞാൻ എൻ്റെ ഈ AI-യും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് ബുക്ക് ഉണ്ട് കേട്ടോ. അത് ഞാൻ ആദ്യം തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ട് അവിടെ വെച്ച്. അടുത്ത ജനറൽ നോളേജ്, അതും ഞാൻ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മുടെ ഏതാണ് സോഷ്യൽ സയൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അടുത്ത നമ്മുടെ മാത്സും പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ പൊതിഞ്ഞ ഏതാണ് ക്യൂരിയോസിറ്റീൻ്റെ ബുക്ക്, അതും നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ബുക്സായി. നമ്മൾ അടുത്തതായിട്ട് ഈ ഒരു ബുക്കാണ് എടുക്കുന്നത്. ഇത് ഇംഗ്ലീഷിൻ്റെ ടെക്സ്റ്റാണ് കേട്ടോ. കണ്ടോ, ഇംഗ്ലീഷ് പൂർവി. ഇത് ഹിന്ദി ടെക്സ്റ്റ് ബുക്കാണ്. ഞാനിപ്പോൾ CBSE ആയി, അപ്പോൾ ഹിന്ദി ടെക്സ്റ്റ് ബുക്കാണിത്. ഇതൊന്നല്ല, ഇതാണ് ഗൈസ്. ഓക്കെ, ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് മലഹർ എന്നാണ് പേര്. ഹിന്ദി ടെക്സ്റ്റ് ബുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഏതാ? ഇത് കേരള പാഠാവലി, അതവിടെ പ്ലേസ് ചെയ്തത്. ഇത് അടിസ്ഥാന പാഠാവലി, അതും അവിടെ തന്നെ പ്ലേസ് ചെയ്തു. ഈ വീഡിയോയിൽ ലഞ്ച് ബാഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാട്ടർ ബോട്ടിൽ അങ്ങനെ പറഞ്ഞാൽ. അപ്പോൾ ലഞ്ച് ബാഗ് ഞാൻ ഇപ്പോൾ കുത്തിത്തിരികെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഞാൻ അവിടെ വെക്കുന്നുള്ളൂ. ഇനി തുറന്നിട്ട് ഞാൻ ഈ ബാഗ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ? ഈ ബാഗ് നല്ലൊരു ക്വാളിറ്റി ഉള്ള ബാഗായിരുന്നു ഇത്. അത് ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിത്തിരികെ വെക്കുന്നുണ്ട്. ഇതെങ്ങനെ കുത്തിത്തിരിക്കുന്നു എന്നൊക്കെ അറിയത്തില്ല, കാരണം അത് നല്ല ലെങ്തിയും നല്ല ഷാർപ്പ് എന്നൊന്നും പറയുന്നില്ല. അതങ്ങനെ ചെയർ വെക്കാം. ചെയറിന് ആദ്യം തന്നെ ഇതങ്ങോട്ട് നീക്കി വെക്കുന്നുണ്ട്, കാരണം ചെയർ വെക്കുന്നത്. ദിസ് ഈസ് മൈ ചെയർ. ഇത് എൻ്റെ ചെയർ തന്നെയാണ്. ഈ ചെയറിന് ഞാൻ കുഷ്യനൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ വെക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഇത് ഇങ്ങനെ വെക്കും, ചെയർ നീക്കും, ഇവിടെ ഇങ്ങനെ ഇരിക്കും, എഴുതും. നമ്മുടെ കഴിഞ്ഞിട്ടില്ല പരിപാടി. ഇത് ഈ ഉണ്ണിക്കണ്ണൻ അമ്മാ പോലെ ഒരു പിടുത്തം കിട്ടിയോണ്ട് ഭാഗ്യം. ഈ ഉണ്ണിക്കണ്ണനെ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, അവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇത് അങ്ങോട്ട് വീടല്ലേ, ഒന്നും വീടല്ലേ. ഗൈസ് അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്യാൻഡിൽ ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. ഇവിടെ വെച്ചിട്ട് ശരിയാവില്ല. എന്തൊക്കെ തിരിഞ്ഞു ഇവിടെ നിന്നെല്ലാം ഇടിഞ്ഞു മുളങ്ങി വീണു ഗൈസ്. അതൊക്കെ എടുത്ത് വെച്ചില്ലെങ്കിൽ അമ്മേനെ തല്ലിക്കൊല്ലും. ഓക്കെ ഗൈസ്, ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ദെൻ നമ്മുടെ ഈ ഒരു സാധനം അതിവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ വർക്കാവാത്തൊരു ഇത് അതും ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല. ഇവിടെ ഞാനിങ്ങനെ ഒരു ഫ്ലവറും വെക്കുന്നുണ്ട്. അവിടെ എൻ്റെ ഒരു കാട്ട വരാനുണ്ട്. ഒരു ക്ലോക്ക് അവിടെ ഉണ്ട്. ആ ക്ലോക്കിനെ ഞാൻ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ
അതിന് പ്ലേസ് ചെയ്യുന്നുണ്ട്. സമയം നോക്കാൻ എളുപ്പമാവും. അപ്പോൾ ഗായ് കണ്ട ഇവിടെ ഉണ്ട് എത്തിയിട്ടുണ്ട്. അതിന് ഞാനിത് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. കാരണം അത് കത്തില്ല, കത്തിക്കണം.